ഹായ് ഗഡീസ്, ഡാക് ഡു വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓടിക്കുന്ന വണ്ടി കൊണ്ട് ലോഡ് വണ്ടി കൊണ്ട് കണ്ണൂർക്കൊരു യാത്ര കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഗഡീസ്, നമ്മളിത് ലോഡ് കയറ്റാനായിട്ട് വന്നേക്കട്ടോ. ഇവിടെ ആലുവയിൽ ഇവിടെ നിന്ന് മറ്റേ ടവറിൻ്റെ ഐറ്റംസാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അത് കഴിഞ്ഞിട്ട് കണ്ണൂർക്ക്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ സഹയാത്രികൻ ഈ ഓട്ടത്തിലെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ നമ്മുടെ മഹേഷ് എടുത്തുണ്ടാവും, അവൻ്റെ പുതിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളത് കൊണ്ടാണ് ഓട്ടം പോകുന്നത്. അപ്പോൾ ഗഡീസ്, നമ്മളത് ലോഡ് അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫില്ലും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറിക്കുക അവിടെ നിന്ന്. ഗഡീസ്, നമ്മുടെ വണ്ടിയിലെ മെയിൻ കാര്യങ്ങളിലൊന്നാണ് നമ്മളുടെ കയർ കെട്ടൽ. ഏത് ലോഡായാലും എന്തായാലും നമുക്ക് കയർ കെട്ടൽ മസ്റ്റാണ്. അപ്പോൾ ഈ ലോഡിന് പായും കാര്യങ്ങളൊന്നും കെട്ടണ്ട, കയർ മാത്രം കെട്ടിയാൽ മതി. പക്ഷേ ബാക്കി കുറേ ലോഡുകൾക്ക് നമ്മൾ പായ കെട്ടണം. മെയിനായിട്ട് വണ്ടിപ്പണിക്ക് വരുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കയർ കെട്ടാനും പായ കെട്ടാനും പഠിക്കേണ്ടത്. അപ്പോൾ ഗഡീസ്, നമ്മളങ്ങനെ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓൺ ദ വേ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോഡിന് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ണൂർക്കാണ്. കണ്ണൂർ ഇരിട്ടിക്കാന്ന് പറഞ്ഞ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ ഇനി ഏകദേശം ഒരു കണ്ണൂർ എത്താറാകുമ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് വേണം കറക്റ്റ് പ്ലേസ് എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഞാൻ സൈഡ് സീറ്റിൽ വെറുതെ ഇരിക്കുന്നു, നമ്മളതൊക്കെ അവനെ ഓടിക്കുന്നു. അപ്പോൾ ഗഡീസ്, നമ്മളിതേ വണ്ടി ഓടിച്ച് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ട് അപ്പോൾ വിശ് തുടങ്ങി. അപ്പോൾ അതേ ഇവിടെ പുതുക്കാടെത്തി, ആലുവ പുതുക്കാടെത്തി. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റില്ല, ഇവിടെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കണം. ഞാനത് ഫുഡ് കഴിച്ചത് തിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട് പോകണ്ട. അപ്പോൾ ഗഡീസ്, നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ച് റോട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ നൈറ്റ് ആയാലും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓണായിരിക്കും. ഇവിടെ എന്താ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം സമയം ഏകദേശം ഒരു 12-1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ ബീച്ചിലെപ്പോഴും ആൾക്കാർ സെറ്റാണ്. ഇപ്പോൾ ഗഡീസ്, നമ്മളിത് കോഴിക്കോടുണ്ട് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചായ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ 2 ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം മറിച്ചിട്ട് അപ്പോൾ ഗഡീസ്, ചായ കുടി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മളിങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം പോന്നു, നമ്മൾ കണ്ണൂർ ബോർഡർ കടന്നു കേട്ടോ. അപ്പോൾ ഗഡീസ്, നമ്മളിപ്പോൾ ഉള്ളത് കൂനിപ്പള്ളിയിലുണ്ടോ, മാഹിയുടെ അടുത്ത്, ഏകദേശം മാഹിയുടെ അടുത്ത് എത്താറായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക ഹോൾട്ട് ചെയ്തിട്ടാണ് വണ്ടി, ഇനി കാലത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒരു ചായ കുടിക്കുക എന്നുള്ളത് ഒരു പരിപാടിയാണ്, നല്ല വൈബായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് നേരം ചെന്ന് കിടന്ന് ഉറങ്ങണം. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വണ്ടി എടുത്താൽ മതി. അപ്പോൾ ഗഡീസ്, നമ്മളിത് ഉറക്കം കഴിഞ്ഞ് ഇരിക്കട്ടാ. നല്ല ക്ഷീണമുണ്ടായിരുന്നു.
നല്ലൊരു അടിപൊളി ഓട്ടം തുടങ്ങി. ഇന്നലെ ഇവിടെ ഉണ്ടാ വണ്ടി ഓട്ടാക്കി കിട്ടുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ ബാക്കിയുള്ള പരിപാടികൾക്കുള്ള കാര്യങ്ങൾ നോക്കണ്ട. അത് തന്നെ എവിടെയെങ്കിലും പ്ലേസ് കണ്ടെത്തിയിട്ട് കുളിക്കാനും നമ്മുടെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇല്ല, അതിനുള്ള കാര്യങ്ങൾ നോക്കണുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് മാറിക്കുമെന്നൊക്കെ ആയിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ പമ്പിൽ തന്നെ ബ്രഷയിലും കുളിയും പരിപാടിയും ബാക്കി പരിപാടികളൊക്കെ അവിടെ തന്നെ നടത്തി സെറ്റായി. അപ്പോൾ ഗഡീസ് നമ്മളിത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലോഡ് ഇറക്കാനായിട്ടുള്ള ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടാ ഒരു ഗുദാമിലേക്കാണ് എത്തിയേക്കണത്. ടവർ ഉണ്ടാക്കണ ഒരു ടവർ ഫിറ്റ് ചെയ്യാനായിട്ടോ, ടവറിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നാണ്. ടവർ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലുണ്ടാ ഫിറ്റ് ചെയ്യണത്. അവിടേക്ക് ഇതേ ഇപ്പോൾ JCB കൊണ്ട് വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ഇതിന് വേണ്ടിയിട്ട് അതേ കൂടെയാണ് ആ ഗുദാമി കൂടെയാണ് നമ്മൾ വണ്ടി കൊണ്ടുവരുന്നത്. ഈ വഴി ഇപ്പം ഉണ്ടാക്കിയതുണ്ടാ. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വന്നപ്പോൾ വണ്ടി കൊണ്ട് വന്നപ്പോൾ ചെറിയ വഴിയായിരുന്നു. പക്ഷെ ആ വഴി കൂടെ വണ്ടി കയറ്റാൻ പറ്റില്ല എന്ന് ഏറെക്കുറെ തീരുമാനമായി. അപ്പോൾ JCB കൊണ്ടുവന്ന് വഴി ഇത്രയും ഇതൊക്കെ അതിരൊക്കെ മാന്തി എടുത്ത് സെറ്റാക്കിയിട്ട് ഇപ്പോൾ സെറ്റാക്കിക്കൊള്ളട്ടെ ഈ വഴി. ഇനി ഇതൊരു പോണതൊരു കുന്നിലേക്കാണ്. എന്നൊക്കെ ടവറിൻ്റെ ഓട്ടം വന്നു ഇതേപോലത്തെ ഉള്ളേരിയ ഗുദാമിലേക്കായിരിക്കും. റേഞ്ചില്ലാത്തടത്തേക്കാണല്ലോ ടവർ പുതിയതായിട്ട് ഫിറ്റ് ചെയ്യണേ. അതും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളുടെ വണ്ടിയും നമ്മളും ചടയ്ക്കും. പിന്നെ വെയിറ്റിങ് ഇറക്കാനായിട്ട് ഇത് നമ്മളവിടെ കമ്പനിയിൽ നിന്ന് കയറ്റുന്നത് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റണേ. പക്ഷേ ഇവിടെ അത് ആൾക്കാരെ കൊണ്ട് ഇറക്കിക്കാനേ പറ്റുള്ളൂ. ഇവിടേക്ക് ക്രെയിനൊന്നും അങ്ങനെ വരാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഏറെക്കുറെ. അവസാനത്തെ വണ്ടി ഇവിടെ കിടന്നുള്ള തിരിച്ച് പെടാപ്പാട് പെട്ടതിൻ്റെ ഇതുകളാണ് കാണണം കേട്ടോ. JCB ഒന്ന് നിരത്തി ഒന്നും കൂടി അല്ലെങ്കിൽ താഴ്ന്നുള്ള സിറ്റുവേഷനായി. അങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഇത് തിരിച്ച് ലോഡ് ഇറക്കാൻ പാകത്തിന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് അങ്ങോട്ട് കയറില്ല ഇനി, കാരണം വഴിയും അതിനുള്ളത് വീതിയാക്കിയിട്ടില്ല. പിന്നെ ചെളിയാണ്, തിരഞ്ഞുകൊണ്ടിരിക്കുക, വണ്ടി കയറില്ല. അപ്പോൾ നമ്മുടെ ഇത് റോഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ വണ്ടി തിരിച്ചിട്ട് ലോഡ് ഇറക്കാനുള്ള ഭാഗത്തിനാക്കി സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇറക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇറക്കാനായിട്ടപ്പോൾ തന്നെ മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ടവറിൻ്റെ സെറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗഡീസ് ഇതാണ് നമ്മുടെ ടവർ ഉണ്ടാക്കണതിൻ്റെ ഏറ്റവും അടിത്തറ കേട്ടോ. അത്ര കുഴി വെച്ച് സെറ്റാക്കിയിട്ടാണ് അതിൻ്റെ അടിത്തറ ഉണ്ടാക്കിയത്. ഇനി അതുമ്മയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ സെറ്റാക്കി കെട്ടിപ്പൊക്കണത്, ടവറാക്കി എടുക്കണത്. അപ്പോൾ ഗഡീസ് നമ്മൾ വണ്ടിക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഇനി നമ്മളുടെ വേസ്റ്റ് നെട്ട് പോയാൽ ഫുഡ് അടിക്കാൻ പോണ്. ഏകദേശം 3 മണിക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്തിട്ട് ഫുഡ് അടിക്കാൻ പോകണം. അടിപൊളി. അപ്പോൾ ഗഡീസ് നമ്മളിത് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഏകദേശം ലോഡൊക്കെ
ഇറക്കി തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് നൈസായിട്ട് തെറിക്കും. ഇനി അടുത്തോട്ടം എവിടേക്കാണ് എന്നൊന്നും ആയിട്ടില്ല, ലോഡും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഏജൻസികളുടെ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് അടുത്തോട്ടമായിട്ട് വേണം നെക്സ്റ്റ് സ്ഥലത്തേക്ക് ലോഡായിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഗഡീസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിക്കട ഗഡീസ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.